ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഇപ്പോൾ വി ഡി സതീശന് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിലൂടെ എതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ചോദ്യങ്ങൾ നിരവധി, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ബാക്കി കിടക്കുകയാണ്. ഇപ്പോൾ സി പി ജോൺ വിവാദമാണ്. അദ്ദേഹത്തിനും തെറ്റ് പറ്റിയിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ വാക്കിൽ? ശ്രീ മഞ്ജുഷ്, തീർച്ചയായിട്ടും ശ്രീ സി പി ജോൺ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഒരു വിശദീകരണമൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ചില കാര്യങ്ങളെ അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ചില കാര്യങ്ങളിൽ ഒരു അഡീഷണൽ ആയിട്ടുള്ള വിശദീകരണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണുകയും ചെയ്തതാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? അദ്ദേഹം പറയുന്നത് ചില കാര്യങ്ങളുടെ ആനുകൂല്യങ്ങൾ ഇവിടെ സ്ത്രീകൾ നേടുന്നുണ്ട് എന്നാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ ആനുകൂല്യം കൊടുത്താലും അത് നേടുന്നില്ല എന്നുള്ളതാണ്. അതിനാണ് അദ്ദേഹം ഈ പൊതു കോമൺ ആയിട്ട് വരുന്ന, പൊതു എന്നുള്ള ഒരു വാക്ക് കോമൺ ആയിട്ട് വരുന്ന 3 ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളെ, സർവീസസുകളെ അദ്ദേഹം പറഞ്ഞത്. അതിൽ പൊതുവിദ്യാഭ്യാസം, പൊതു ആരോഗ്യമുണ്ട്, പിന്നെ പൊതുഗതാഗതവുമുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഈ പൊതുഗതാഗതത്തിനുള്ള ഫ്രീബീസും ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഫ്രീബീസും എടുക്കുന്ന ആൾക്കാർ അതേപോലെ പൊതുവിദ്യാഭ്യാസത്തിനെ കാണുന്നില്ല എന്നാണ്. അപ്പോൾ അത് നമ്മളൊരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ശരിയായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷനൊക്കെ, എനിക്കറിയില്ല. പക്ഷേ അത് അദ്ദേഹത്തിനെ ഞെട്ടിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് അദ്ദേഹത്തിനെ അതിശയപ്പെടുത്തുന്നുണ്ട്. എന്തിനാണ് അത് അദ്ദേഹത്തിനെ അതിശയപ്പെടുത്തുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ആ പാറ്റേൺ നോക്കിയാൽ മതി. അതായത് ആരോഗ്യം എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് അവർ പറയുന്നത് ഒരാളിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം, അവരുടെ ഭർത്താവിൻ്റെ കാര്യം, അവരുടെ അച്ഛൻ്റെ കാര്യം, ഈ കാര്യങ്ങളാണ് അതിൽ റിസ്ക് ചെയ്തിട്ട് അവർ ഈ ആശുപത്രിയിൽ പോയി വരാന്തയിൽ കിടക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഭാവി തലമുറയെക്കുറിച്ചുള്ള, അവരുടെ നെക്സ്റ്റ് ജനറേഷനെ കുറിച്ചുള്ള കാര്യമല്ല പറയുന്നത്. മറിച്ച് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവരുടെ നെക്സ്റ്റ് ജനറേഷനാണ്. തങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് തൻ്റെ അടുത്ത തലമുറയ്ക്ക് ഉണ്ടാകരുത്. തൻ്റെ കുട്ടി നല്ല വിദ്യാഭ്യാസം നേടണം. തനിക്കൊരു പക്ഷേ സാമ്പത്തിക അവസ്ഥ മോശമായിരിക്കുന്നത് നല്ല വിദ്യാഭ്യാസം കിട്ടാത്തത് കൊണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം നല്ല അവസരം കിട്ടാത്തത് എന്നായിരിക്കും ഒരുപക്ഷെ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലുള്ള എല്ലാ അമ്മമാരും ചിന്തിക്കുന്നത്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? അവർ സ്വയം അങ്ങ് ഒതുങ്ങും. അതുകൊണ്ട് അവർ പണം കൊടുത്ത് ബസ് യാത്ര ചെയ്യുന്നതിന് പകരം ഒരു സൗജന്യ യാത്രയുടെ ഒരു അവകാശം കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ അത് ഉപയോഗിക്കും. അവരവരുടെ സ്വന്തം കാര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ തലമുറയിലുള്ള ആൾക്കാരുടെ ആരോഗ്യ കാര്യത്തിൽ അവർ ചിലപ്പോൾ റിസ്ക് എടുത്തേക്കും. പക്ഷേ ഭാവി സേഫ് ആക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥികൾക്ക്, അവരുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടി പണം അടച്ചിട്ട് കൊടുക്കേണ്ടുന്ന സ്ഥലത്താണെങ്കിലും അവർ വിടും. അതെല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് നാട്ടിൽ എൻ്റെ വീട്ടിൽ അവിടെ ഈ പഴയ വസ്തുക്കളൊക്കെ, പ്രത്യേകിച്ച് നമ്മൾ ഈ ആക്രി സാധനങ്ങൾ ഇതൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട്, പഴയ ബോട്ടിലെ പേപ്പറൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് വരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ കുട്ടി ഈ ആക്രി പറക്കുന്നതിന് വേണ്ടിയിട്ട് നടക്കുകയായിരുന്നില്ല. അവർക്കറിയാം അവരുടെ ജീവിതം എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ജോലി അവർക്ക് ചെയ്യേണ്ടി വരുന്നത്. വലിയ സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ഒരു ജോലി ആയിരുന്നില്ല. മറിച്ച് അവരുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടി അവർ ശ്രദ്ധിച്ചിരുന്നു. അവർ നമ്മുടെ വീട്ടിൽ വരുന്ന സമയത്ത് പറയുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, മക്കൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത് എന്ന് പറയുമായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവർക്ക് നല്ല സ്വപ്നങ്ങൾ ഉണ്ട് കുട്ടികളെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്. അത് ആൾക്കാർ ചെയ്യുന്നത് എന്തിനാണ് മന്ത്രിയെ അതിശയിപ്പിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. അത് അതിശയിക്കേണ്ടുന്ന ഒരു കാര്യമല്ല. അങ്ങനെയുള്ള ഒരു ബിഹേവിയറൽ പാറ്റേൺ എന്ന് പറയുന്നതിനെ എങ്ങനെ കമ്പയർ ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു പ്രശ്നമുണ്ട് എന്ന് പറയേണ്ടതുമില്ല. പക്ഷെ അദ്ദേഹം ഇത് പറഞ്ഞു വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ആൾക്കാർക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പറയുന്നത് ആൾക്കാരുടെ കയ്യിൽ, നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ കയ്യിൽ പണമില്ല. അപ്പോൾ ആ പ്രശ്നം സോൾവ് ചെയ്യുന്നതിന് ഈ ഒരു പദ്ധതി, പ്രിയദർശിനി പദ്ധതി സഹായിച്ചിട്ടുണ്ട് എന്നൊരു തിരിച്ചറിവ്, ഒരു ലേണിംഗ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. സത്യത്തിൽ പണമില്ലാത്തവർക്ക് സൗജന്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നോ ഈ പ്രിയദർശിനി പദ്ധതി? പണമില്ലാത്ത സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു, അവർക്കൊരു ആനുകൂല്യമായിരുന്നു ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഈ പദ്ധതി ആൾക്കാരുടെ എക്കണോമിക് ബേസിസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷെ അങ്ങനെ അല്ല കൊടുക്കുന്നത്. സർക്കാർ പോലും അത് കൊടുക്കുന്നത്, നിങ്ങൾ സ്ത്രീയാണോ, നിങ്ങൾ ജെൻഡർ എന്ന് പറയുന്നത് സ്ത്രീ എന്നാണ്, ഫീമെയിൽ എന്നാണ് എങ്കിൽ നിങ്ങൾ ഏത് പ്രായത്തിലുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് സൗജന്യമാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ ഈ പദ്ധതി കൊടുക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലേണിംഗ് എന്ന് പറയുന്നത് ആൾക്കാരുടെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് അവർക്കത് ഉപയോഗപ്പെടുന്നു എന്നുള്ളതാണോ? നിങ്ങളുടെ വീട്ടിൽ ആഡംബര കാറുണ്ട്, പക്ഷെ നിങ്ങളൊരു വനിതയാണ്. നിങ്ങൾക്ക് പണം കൊടുത്തിട്ട് ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള AC ബസ്സിൽ വേണമെങ്കിൽ യാത്ര ചെയ്യാം, പക്ഷേ നിങ്ങളൊരു വനിതയാണ്. അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിനെ പരിഗണിക്കാതെ സൗജന്യം കൊടുത്തതിന് ശേഷം പിന്നീട് ഇങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള ന്യായമുണ്ടോ? ഇനി അതങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നതിന് പോലും ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്ന സമയത്ത് ശ്രീ സി പി ജോൺ പറയുന്ന മറുപടി എന്ന് പറയുന്നത്, ഞാൻ പാവപ്പെട്ടയാളാണ് എന്ന രീതിയിലത്തേക്ക് ഒരു സ്ത്രീ അങ്ങനെ പറയേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നാണ് പറയുന്നത്.
അത് ശരിയാണ്. ഒരു കാർഡ് കിട്ടുന്നു, അപ്പോൾ അവർ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ഒരുപക്ഷെ മോശമാണ് അല്ലെങ്കിൽ താഴ്ന്നതാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു മാർക്കിംഗ് ഉള്ളവർക്കായിരിക്കും ചിലപ്പോൾ ആ ഒരു സൗജന്യ യാത്രയ്ക്കുള്ള കാർഡ് കൊടുക്കുന്നത്. അപ്പോൾ അവർ ആ കാർഡ് ഓരോ തവണയും പ്രസന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതൊരു ഡിക്ലറേഷനാണ്. അവർ പറയുകയാണ് അതാ എനിക്ക് സാമ്പത്തിക അവസ്ഥ എൻ്റേത് മോശമാണ് എന്ന് പറയുകയാണ്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് ഉണ്ടാകരുത് എന്ന് പക്ഷേ അതേ മന്ത്രി തന്നെ ഇപ്പോൾ ഇവർ ദരിദ്രരാണ് എന്നുള്ള കാര്യം മൈക്കിലൂടെ വിളിച്ചു പറയുകയാണ്. അല്ല മഞ്ജുഷ്, അതിൽ വേറൊരു പ്രശ്നമുണ്ട്. അതായത് ഇത് ഒരു ബുദ്ധിമുട്ടാണ്, അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല, അതൊരു എൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിന്റെ ഡിക്ലറേഷൻ ആണ് എന്ന് പറയുന്ന മന്ത്രി നമ്മുടെ നാട്ടിൽ ഈ ബിലോ പോവർട്ടി ലൈൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉള്ളതിനെ പറ്റി അറിയില്ലേ? ഏതൊക്കെ സർവീസുകൾക്കാണ് നിങ്ങൾ BPL ആണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാർഡും രേഖകളും പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സർക്കാർ അവർക്ക് ആനുകൂല്യം കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഓരോ തവണയും ഇവിടെ നമ്മുടെ റേഷൻ കാർഡ് തന്നെ നോക്കിയാൽ മതി ഏതൊക്കെ തരത്തിലാണ് ഉള്ളത്. അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ തവണയും അത് അവരുടെ ഡിക്ലറേഷൻ അല്ലേ? എൻ്റെ സാമ്പത്തിക അവസ്ഥ എന്ന് പറയുന്നത് മോശമാണ് എന്നുള്ള ഒരു ഡിക്ലറേഷൻ അല്ലേ? ഈ റേഷൻ കാർഡ് ആർക്കാ ഇഷ്യൂ ചെയ്യുന്നത്? വീട്ടിലെ സ്ത്രീയുടെ പേരിലല്ലേ കൊടുക്കുന്നത്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പദ്ധതിയും തെറ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ തന്നെ നമുക്ക് കൊടുക്കാം, അതിൽ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് നോക്കണ്ട എന്ന് കരുതുമോ? അതൊക്കെ വെറും മുട്ടാന്യായം മാത്രമാണ്. അദ്ദേഹം എന്തോ പറഞ്ഞു പോയത് തെറ്റാണ് എന്ന് വിമർശനമുണ്ടായ സമയത്ത് അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട ബോധമുണ്ട്. അതുകൊണ്ടാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില പദപ്രയോഗങ്ങൾ, അതായത് ബസ്സിലേക്ക് സ്ത്രീകൾ തള്ളിക്കയറുന്നു തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഞാനിപ്പോൾ എന്നെ സ്വയം ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഒഴിവാക്കാമായിരുന്ന പ്രസ്താവനകളാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നത്. ഈ പൊതുജനാരോഗ്യ മേഖലയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകണം എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. സർക്കാർ ആശുപത്രിയിൽ പോയാൽ വരാന്തയിൽ കിടക്കേണ്ടി വരുമെന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ സംസാരം. എക്സാക്ട്ലി, അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ? എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ പൊതുജനാരോഗ്യ മേഖല ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ശരിയാണ്, ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്, അതൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ ഒരു പ്രശ്നം, അതായത് സർക്കാർ ഇപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ ആൾക്കാർ വരാന്തയിൽ കിടക്കുന്നതിന്റെ പൂർണ്ണമായിട്ടുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം നിലവിൽ UDF ഏറ്റെടുക്കില്ല. നമുക്കറിയാം, അത് സിസ്റ്റം 10 വർഷമായിട്ട് ഞങ്ങളുടെ കയ്യിലായിരുന്നില്ല, അതിന്റെ തുടർച്ചയാണ് എന്നൊക്കെ ഇവർ പറയും. പക്ഷെ അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ സിസ്റ്റം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അവിടെയുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ഒരു ബോധം അവിടെയുണ്ട്. ഇനി അതിനും അപ്പുറത്തേക്ക് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, അത് ഈ എന്തുകൊണ്ടാണ് ഈ പ്രൈവറ്റ് ആശുപത്രികളിലേക്ക് പോകാത്തത് എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതിനെപ്പറ്റി ഭയമാണ് എന്ന രീതിയിലത്തേക്ക് പറയുന്നുണ്ട്. എന്നാൽ ആ ഒരു കംഫർട്ട് നമുക്ക് ഈ പ്രൈവറ്റ് ആശുപത്രിയുടെ ഭയമാണ്, ഇവിടെ വലിയ പണം വാങ്ങും എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്തയുണ്ട് എങ്കിൽ ഈ ചികിത്സ നല്ലതാണ് ഇവിടെ എന്ന ഒരു കംഫർട്ടിന്റെ അടിസ്ഥാനത്തിലാണോ ആൾക്കാർ സർക്കാർ ആശുപത്രിയിൽ പോകുന്നത്? ഈ കഴിഞ്ഞ 5 വർഷം പ്രത്യേകിച്ച് ഭരിച്ചിരുന്ന സമയത്ത്, വീണ ജോർജ് മന്ത്രിയായിരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ സർക്കാർ ആശുപത്രികളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പുഴുക്കുത്തലുകൾ ഉണ്ട് എന്നുള്ളത് അവസാനം ആ സിസ്റ്റം തന്നെ സംസാരിക്കാൻ തുടങ്ങിയില്ലേ? ഹാരിസ് ചിറക്കലിനെ പോലുള്ള ഡോക്ടർമാരെ നമ്മൾ കണ്ടതല്ലേ? അപ്പോൾ ഈ സിസ്റ്റം തന്നെ പറയുന്നുണ്ട്, ഇവിടെ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ സൗജന്യം എന്നൊക്കെ പറയുന്ന കാര്യം സൗജന്യമല്ല എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു സർജറി ഉണ്ടെങ്കിൽ അതിന് തുന്നണ്ട നൂല് വേണമെങ്കിലും അവിടെ ആൾക്കാർ കൊടുക്കണം, അതിന് പഞ്ഞി വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് കൊണ്ട് കൊടുക്കണം. എവിടെയാ? സർക്കാരിന്റെ മെഡിക്കൽ കോളേജിൽ വരെ അതാണ് അവസ്ഥ എന്ന് ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ടുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ വന്ന് പറഞ്ഞു. അപ്പോൾ ഈ വരാന്തയിൽ കിടക്കുന്ന ആളും ഒരാളിന്റെ സൗജന്യം പറ്റിയിട്ടല്ല കിടക്കുന്നത്. ഇതിനെ ആനുകൂല്യം, അവകാശം എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും അതിനും അപ്പുറത്തേക്ക് അവരെ എടുക്കേണ്ടതല്ലാത്ത പണം അവരെ മുടക്കി ഈ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് അവിടെ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് കിട്ടുന്ന ആനുകൂല്യമാണ്. ആ ആനുകൂല്യം വാങ്ങുന്ന ആൾക്കാരെ ഏതെങ്കിലും തരത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ മനഃപൂർവ്വമോ അല്ലാതെയോ ഇകഴ്ത്തുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രസ്താവന ഉണ്ടാകാൻ പാടില്ല. CP ജോണിനെ പോലെ നമുക്കെല്ലാം വലിയ ബഹുമാനമുള്ള, നമുക്കെല്ലാം സ്നേഹബന്ധമുള്ള ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് അത്തരത്തിലുള്ള പരാമർശം വന്നത് ശരിയായില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശ്രീ മഞ്ജുഷ്. ശരി, ഇപ്പോൾ പ്രതിപക്ഷ സംഘടനകൾ CP ജോണിന്റെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകടനം നടത്തുകയാണ്. അതിലെ ചില ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ശ്രീ MK ഹരിദാസ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശന്റെ പ്രവൃത്തി അത് കേരള സമൂഹത്തെ കളിയാക്കുന്ന രീതിയിലുള്ളതായിരുന്നു. പ്രളയ ദിവസങ്ങളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും അദ്ദേഹത്തിന് ഹെലികോപ്റ്റർ യാത്രയും ഒപ്പം ഉച്ചകഴിഞ്ഞ് വിരുന്ന് കഴിക്കലുമൊക്കെ. അതിന് അദ്ദേഹം നിരത്തിയ ന്യായീകരണങ്ങൾ ഒട്ടും തന്നെ വിശ്വസനീയമല്ല. വേണമെങ്കിൽ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.